ആര് ഏഴാമൻ ആര് എന്നുള്ളത്. അപ്പോൾ അവസാനത്തെ അതിൽ അത്യാവശ്യം കുറച്ച് എന്താ പറയുക, കുറച്ച് മോശമായിട്ട് കളിക്കുന്ന ആൾ ഞാനും തമ്മിൽ മത്സരമായി. ഇവിടുന്ന് ടീച്ചേഴ്സ് ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ ജഡ്ജ് ചെയ്തു തോന്നി. എനിക്കൊന്ന് വൈദ്യ മാഷൊക്കെ ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞ് ദിലീപ് ഇന്ന് അയാൾ ഔട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാവും, കുട്ടി എന്നുള്ള രീതിയിൽ അന്ന് ഞാൻ മറ്റേയാളുടെ വിഷമം ചിന്തിച്ചിട്ടില്ല, ഞാൻ സന്തോഷിച്ചു എന്നുള്ളതാണ്. അതൊരു എന്താ പറയുക, അന്ന് എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഈ സ്റ്റേജിൽ ആണ് സിനിമാറ്റിക് ഡാൻസൊക്കെ നടക്കുന്നത്, ഗ്രൂപ്പ് ഡാൻസ്, സിനിമാറ്റിക് ഡാൻസും ഒക്കെ. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്തു. ഇവിടെ ഒരു ലവ് ചിഹ്നവും ഒരു ഏരോ മാർക്ക്, എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ലവ് ചിഹ്നം, ഒരു ഏരോ മാർക്ക്. നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊന്നുമല്ലല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു പച്ച ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഫിസിക്സിനൊരു മറിയക്കുട്ടി ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ റിട്ടയർ ചെയ്തു. അപ്പോൾ ടീച്ചറായിരുന്നു എൻ്റെ അന്ന് ഈ നമ്മുടെ ടീച്ചർ ഇൻചാർജ് ഉണ്ടാവുമല്ലോ ഓരോ ഗ്രൂപ്പിനും. ആ ഗ്രൂപ്പിൽ ഹരീഷ് സാറും മറിയ ടീച്ചറും. അപ്പം ഈ ഇതിൻ്റെ ബാക്കിൽ ഡ്രസ്സൊക്കെ ചെയ്ത് തന്നപ്പോൾ ഹരീഷ് സാറിൻ്റെ മറിയ ടീച്ചർ എന്നെ വിളിച്ചിട്ട് തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, അല്ല ദിലീപിന് അടുത്ത വർഷം കളിച്ചാൽ പോരാണ്, ഇക്കപ്പൊക്കെ ചെയ്ത് നിന്നിട്ടാന്ന് നോക്കണം, അടുത്ത വർഷം കളിച്ചാൽ പോയി, മറ്റേ ആൾ സെക്കൻഡ് ഇയർ ആയിരുന്നു. അപ്പോൾ അയാൾക്ക് അവസരം കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു ടീച്ചറോട്. അപ്പം ഞാനിത് അവിടെ നിന്ന് ഊരി ഷർട്ട്. ഇപ്പോൾ ടീച്ചറാണ് ഇവിടെ നിന്ന് ഊരണ്ട, നീ അപ്പുറത്ത് മാറി വിളിക്കും. അപ്പോൾ ഞാനിതൊക്കെ ഊരി കൊടുത്ത് ഞാൻ ഈ വേദിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. അന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു ഞാൻ ഈ വേദിയിൽ നിന്ന്. ആരും അറിയൊന്നുമില്ല, ടീച്ചർ അറിയാം, ഒക്കെ അറിയാം. ടീച്ചർ ഇപ്പം എന്നോട് അതാ സംസാരിച്ച്, നീ അന്ന് വളരെ ഇൻട്രോവേർട്ട് ആയിരുന്നല്ലോ, ഭയങ്കര ടെൻഷൻ ആയിരുന്നല്ലോ. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇന്ന് എനിക്കൊരു ടെൻഷനും ഇല്ല. അതുപോലെ ഒരു ഷാജി സാർ ഉണ്ടായിരുന്നു മാത്സിന്. ഹരീഷ് സാർ നിർബന്ധിച്ച്, ഈ നിർബന്ധങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാനെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഹരീഷ് സാർ എന്നോട് മിമിക്രി അവതരിപ്പിക്കാൻ പോകും. അന്ന് ഭയങ്കര മത്സരമായി. ഇപ്പം അത്ര മത്സരമല്ല, നിങ്ങൾ ഈ യൂത്ത് ഫെസ്റ്റിവലൊന്നും അങ്ങനെ പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ വേദിയിൽ അന്ന് അവിടെ ആ ഒരു ഹാളിലായിരുന്നു വേദി. ഞാൻ മിമിക്രി അവതരിപ്പിച്ചു അന്ന് മാത്സ്. നമ്മുടെ ഷാജി മാഷ മാത്സ്, ഞാൻ ഉദ്ദേശിച്ച ഷാജി മാഷ. പക്ഷേ ഇവിടെ മാത്സിൻ്റെ ഹൈസ്കൂളിൽ വേറെ വിശ്വമാഷ് ഉണ്ടായിരുന്നു. വിശ്വമാഷ് വിചാരിച്ചു വിശ്വമാഷയാണ്. പിന്നെ അന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, അനൂപ് മാഷ് കെമിസ്ട്രി. അന്ന് രാത്രി മുഴുവൻ എൻ്റെ അച്ഛനെ വിളിയിരുന്നു, ഇവൻ ഇതാണ് ഇവിടെ പരിപാടി. അനൂപ് മാഷ് അറിയില്ലേ, നമ്മുടെ കെമിസ്ട്രി. അപ്പം സാറെന്തോ പ്രാക്ടിക്കൽ എക്സാമിനെന്തോ പോരുന്നു. അപ്പം ഇത്തരത്തിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ. അന്ന് കരോക്കെ ഉണ്ടായിരുന്നില്ല, പാടാൻ. ഇവിടെ പാട്ടുകൾ നടത്തും, ഇവിടെ ഗംഭീര പരിപാടികൾ നടത്തും. വിവിധ തരത്തിലുള്ള ആളുകളെ, പ്രഗത്ഭരായ ആളുകളെ കൊണ്ടുവന്ന് വേദികൾ അലങ്കരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വിദ്യാലയം. അത് ഞാൻ കണ്ടു നിന്നിട്ടുണ്ട് പലപ്പോഴും. ആ കണ്ടു നിന്നതിൽ ഞാൻ അന്ന് ഏറ്റവും എനിക്ക് ആകൃഷ്ടമായി തോന്നിയത് പി കെ ഗോപി സാർ. പി കെ ഗോപി നിങ്ങളെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ അത്രയും എന്താ പറയുക, സാധാരണ പ്രസംഗം നമ്മളങ്ങനെ കേൾക്കാറില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ വളരെ എന്താ പറയുക സന്തോഷത്തോടു കൂടി എന്താ പറയുക കേട്ടിരുന്നിട്ടുണ്ട്. ഒരു നമ്മുടെ ശ്രദ്ധ വ്യതിചലിക്കാതെ അതുപോലെ സംസാരിക്കുന്ന ഒരു അധ്യാപകനും ഈ വിദ്യാലയത്തിലുണ്ട്. നിങ്ങൾക്കറിയോ ആരാന്ന്? ആരറിയോ? നിങ്ങൾ 2 വർഷം ഇവിടെ പഠിക്കുന്നു. എനിക്ക് എൻ്റെ വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞത്. ആരാ? ബൈജു സാറുണ്ട്. ബൈജു സാർ ഇങ്ങനെ മലയാളം വെച്ച് കാഴ്ചയാണല്ലോ. അതല്ലാതെ വേദികളിൽ പലപ്പോഴും സംസാരിക്കുന്ന ശ്രീജയ് സാർ. ഞാൻ പലപ്പോഴും ശ്രീജയ് സാറുടെ പ്രസംഗം, ഞങ്ങളുടെ സ്കൂളിലൊക്കെ സാറ് വരും യൂണിയൻ്റെ പരിപാടിയിലേക്ക്. അപ്പോൾ ഒക്കെ ഞാനിങ്ങനെ ഇരിക്കും. ഞാൻ ആ യൂണിയനിലൊന്നുമല്ല, എന്നാലും സാറ് സംസാരം കൊണ്ട് എങ്ങനെയെങ്കിലും പൈസ എടുത്ത് കൊടുത്തു. യൂണിയൻ അങ്ങനെയാണല്ലോ, അധ്യാപക യൂണിയൻ പരിപാടികൾക്കൊക്കെ വരുമായിരുന്നു സാറ്. എനിവേ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സദസ്സാണ്. പിന്നെ എനിക്ക് വളരെയധികം പ്രോത്സാഹനം കിട്ടിയ ഒരു വിദ്യാലയമാണ്. ഒരുപാട് പേര് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ പലരും അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോയിട്ടുണ്ട്. സോളജിയുടെ ഉഷ ടീച്ചറൊക്കെ